ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റാഗി വെച്ചുള്ള ഒരു കിണ്ണനപ്പമാണ്. കിണ്ണത്തപ്പം എന്നും വട്ടയപ്പം എന്നും ഒക്കെ പറയും. നമ്മളിത് റാഗി പൊടി വെച്ചാണ് ചെയ്യുന്നത്. അതിന് വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ എടുക്കാം. ഞാനിവിടെ വറുക്കാത്ത 1.5 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ 1 കപ്പ് തേങ്ങാവെള്ളമായി. നമ്മുടെ ഓരോ പൊടിയെ ആശ്രയിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അതുപോലെ തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും മതി. കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് കണ്ടോ, ഈ രീതിയിലാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 മുറി തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ വലിയൊരു മുറിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് ചോറ്, മധുരത്തിന് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം. ഞാനിവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 100 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ ഈ സമയത്തും തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ആ റാഗി ഇട്ട് കൊടുക്കണം. അല്പം ഉപ്പും ഇട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് അരച്ചെടുക്കണം. അതുപോലെ അരയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിവിടെ മില്ലിൽ നിന്ന് വാങ്ങുന്ന ശർക്കര ആയതുകൊണ്ടാണ് ഉരുക്കാതെ ചേർത്തത്. നിങ്ങൾ ആ ചേർത്ത 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് വേണം ശർക്കര ചേർക്കാൻ. ഇനി ഇത് അരച്ചെടുത്ത മാവ് എയർ ടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കണം. ഞാനിവിടെ 2 മണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ ഇത് അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നിരവധി വെറൈറ്റികളായിട്ടുള്ള റാഗി വിഭവങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേലിസ്റ്റ് റാഗി എന്നുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അതിലോട്ട് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. 3-4 തവി മാവൊഴിച്ച് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഇത് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം. പകുതി വേവാകുന്ന സമയത്ത് റോസ്റ്റ് ചെയ്തതോ അല്ലാത്തതോ ആയ കാഷ്യൂനട്ടും റൈസൻസും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. അതേണ്ട നമ്മുടെ റാഗി വട്ടയപ്പം കിണ്ണനപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.